അമേരിക്കയും തമ്മിലുള്ള താരിഫ് തർക്കത്തിൽ ചർച്ച തുടരുന്നു എന്നാണ് പീയൂഷ് ഗോയൽ പറയുന്നത്. എന്നാൽ ഇതിനൊരു തടസ്സം എന്നുള്ളത് ഇപ്പോൾ അമേരിക്ക ഷട്ടൗണിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു ചർച്ച നല്ല രീതിയിൽ അവസാനിക്കാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഈ ഒരു താരിഫ് വിഷയത്തിൽ അമേരിക്ക ഇന്ത്യക്കെതിരെയുള്ള ഒരു അനുകൂല നിലപാടെടുക്കാൻ സാധ്യതയുണ്ടോ? സാറിന് എന്താണ് തോന്നുന്നത്? പീയൂഷ് ഗോയൽ ഇന്നലെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിൽ അത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിൽ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ അമേരിക്ക ഇപ്പോൾ ഒരു ഷട്ട് ഡൗൺ മോഡിലാണ്. എന്നാൽ അവിടുത്തെ ഗവൺമെന്റ് എംപ്ലോയീസിന് ശമ്പളം കിട്ടുന്നില്ല. അത് കാരണം അവർ ജോലി എടുക്കുന്നില്ല. അവരുടെ അടുത്ത് ജോലിക്ക് വരണ്ടെന്നാണ് അമേരിക്കൻ ഗവൺമെന്റ് പറഞ്ഞത്. അത് അവരുടെ കോൺഗ്രസിൽ നടക്കുന്ന ഒരു തർക്കമാണ്. ഏത് നമ്മുടെ റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റ്സും തമ്മിൽ ഒരു അടി നടക്കുന്നുണ്ട്. അവരെ ബഡ്ജറ്റ് പാസ് ചെയ്തിട്ട്. ഇപ്പം ഇന്ത്യയിൽ തന്നെ ആലോചിച്ച് നോക്കും, നമ്മളൊരു ബഡ്ജറ്റ് പാസ് ചെയ്തില്ലെങ്കിൽ ശമ്പളം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് നമ്മുടെ വോട്ട് ഓൺ അക്കൗണ്ട് തന്നെ പരിപാടി ഉണ്ട്. അമേരിക്കയ്ക്ക് വോട്ട് ഓൺ അക്കൗണ്ട് ഇല്ല. അതാണ് എൻ്റെ ഡിഫറൻസ്. എനിവേ, അതല്ല അവിടെ ചർച്ച. പീയൂഷ് ഗോയൽ പറയുന്നത് ഈ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് നമ്മളിപ്പോൾ യൂറോപ്യൻ യൂണിയനായിട്ട് ഡിസംബർ ആകുമ്പോഴേക്കും നമ്മളത് കംപ്ലീറ്റ് ചെയ്യും. ഇതിനു മുമ്പ് തന്നെ നമ്മൾ രണ്ട് ബ്ലോക്ക് എന്ന് പറയാം. ഒന്ന് UK ആയിട്ട് ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് നടത്തി. ഇപ്പോൾ നമ്മൾ EFTA ആയിട്ടും അത് യൂറോപ്പിലെ കുറച്ച് രാജ്യങ്ങളായിട്ടും നമ്മളൊരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് നടത്തി. ഈ രണ്ട് അഗ്രിമെന്റ് ഭാരതത്തിന് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അഡ്വാൻറ്റേജ് വന്നു. 98% വരെ നമ്മുടെ പ്രോഡക്ട്സ് എല്ലാം 0%ഉം 5%-നുള്ളിൽ നമുക്ക് ഡ്യൂട്ടി ഉള്ളൂ. അതിനർത്ഥം നമ്മൾ UKക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിലും EFTAയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്ട്സിന് ഒന്നിലോ 5% അല്ലെങ്കിൽ 0. ഇതാണ് അവിടുത്തെ കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ വലിയൊരു മാർക്കറ്റാണ് ഓപ്പൺ അപ്പ് ആയിരിക്കുന്നത്. നമുക്ക് US ഗവൺമെന്റ് അടുത്ത് നഷ്ടപ്പെട്ട ഈ പറഞ്ഞ മാതിരി ടാരിഫ് കാരണം അവിടെയുള്ള എക്സ്പോർട്ട് ഇപ്പോൾ ഒരു 2 മാസത്തേക്ക് ഇമ്പാക്റ്റ് ഉണ്ടാവുന്നത്. അതിൻ്റെ ഒരു അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഇപ്പോൾ പീയൂഷ് ഗോയൽ പറയുന്നത്. ഇതല്ലാണ്ട് അമേരിക്കയായിട്ടുള്ള ചർച്ച എന്താണ് പുരോഗമിക്കാത്തതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അവിടെയുള്ള അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രോബ്ലം ഇപ്പോൾ അമേരിക്ക ഷട്ട് ഡൗൺ മോഡിലാണ്. ഞാൻ പറഞ്ഞ മാതിരി അവിടെ ആരും ജോലി എടുക്കുന്നില്ല, അമേരിക്കൻ ഗവൺമെന്റ് എംപ്ലോയീസ്. അപ്പോൾ ആരായിട്ടാണ് ചർച്ച നടത്തുക? അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കണ്ടീഷൻ. അത് കാരണം ഇപ്പോൾ തൽക്കാലം നിർത്തിവെച്ചു. പക്ഷെ വേറെ കുറെ ലെവലിൽ ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ചയ്ക്ക് ഈ പറഞ്ഞ മാതിരി ഒരു പരിസമാപ്തി ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്. നവംബർ ആകുമ്പോൾ ഒരു ഫസ്റ്റ് പാക്ട്, ഇന്ത്യയും US തമ്മിൽ ഒരു ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ഓഫ് ടാരിഫ് ടോക്സ് കംപ്ലീറ്റ് ആവുന്ന പറയുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഉണ്ടാവും, പിന്നെ വേണമെങ്കിൽ മൂന്നാമത്തെ ഉണ്ടാവും. ഒരു ആദ്യത്തെ ഇതിൽ തന്നെ നമ്മളൊരു 70-80% നമ്മുടെ പ്രോഡക്ട്സ്, മെയിൻലി ടെക്സ്റ്റൈൽസ് ആവട്ടെ, ജെംസ് ആൻഡ് ജ്വല്ലറി ആവട്ടെ, നമ്മുടെ ഷ്രിംപ് ആവട്ടെ, ഇങ്ങനത്തെ കുറേ ഒരു 10 മെയിൻ പ്രോഡക്ട്സ് നമ്മൾ ആ ബക്കറ്റിലേക്ക് കൊണ്ടുവന്ന് അതിനെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യും. അതാണ് നടക്കുന്നത് ഇപ്പോൾ അഖില. അത് കഴിഞ്ഞിട്ടാണ് പീയൂഷ് ഗോയൽ പറയുന്നത് നമ്മൾ ചർച്ച നടത്തുന്നുണ്ട്. അമേരിക്ക ആയിട്ട് മാത്രമല്ല, ഓസ്ട്രേലിയയുമായിട്ട് നടത്തുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ നമുക്ക് വലിയൊരു ബ്ലോക്ക് ഉണ്ട്, ആഫ്രിക്കയിൽ വലിയൊരു ബ്ലോക്ക് ഉണ്ട്, ആഫ്രിക്കൻ യൂണിയൻ ഉണ്ട്. അപ്പോൾ ഈ എല്ലാ ഈ ബ്ലോക്കായിട്ട് നമ്മൾ നടത്തി കഴിയുമ്പോൾ US ആയിട്ട് നമുക്കുള്ളത് ഈ പറഞ്ഞ മാതിരി ഈ ചർച്ചയിൽ നമുക്ക് വേറെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അത് സംശയമില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ US ആണ് നമ്മുടെ ഏറ്റവും വലിയൊരു ട്രേഡിംഗ് പാർട്ട്ണർ എന്ന് പറയാറുള്ളത്. ഓക്കെ, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്ണർ. അപ്പോൾ അത് നമുക്കൊരു നമ്പർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, അമേരിക്കയായിട്ട് നമ്മൾ നടത്തുന്ന ട്രേഡ്, വാണിജ്യ കരാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന ട്രേഡ് തന്നെ നമ്മൾ നോക്കുക ഒരു ഓൾമോസ്റ്റ് ഒരു 500 ബില്യൺ ആണ് ഇപ്പോൾ ഉള്ളത്. 500 ബില്യൺ. അത് ഈ അഗ്രിമെന്റ് വന്നുകൊണ്ട് കൂടെ എപ്പോഴായാലും നവംബറിലായാലോ ഡിസംബറിൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കൂട്ടി 2030 ആകുമ്പോഴേക്കും $191 ബില്യൺ ആക്കാനാണ് പ്ലാൻ. അത് കൂട്ടാനാണ് പ്ലാൻ. അപ്പോൾ 500 ബില്യൺ ഉള്ളത് ഈ പറഞ്ഞാൽ ഈ 500 ബില്യണിലേക്ക് കൊണ്ടുവരാനാണ് പ്ലാൻ നടത്തുന്നത് 2030 ആകുമ്പോഴേക്കും. ഇപ്പോൾ ഉള്ളത് $191 ബില്യൺ ആണ്. അതിൻ്റെ അർത്ഥം ഓൾമോസ്റ്റ് ഒരു 2.5 ടൈംസ് ആയിരിക്കും ഇതിൻ്റെ ഒരു മെയിൻ എക്സ്പോർട്ട് കൂടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി നമ്പർ പറയാം. $191 ബില്യൺ ഇപ്പോഴുള്ള അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ട്രേഡ് 2030 ആകുമ്പോഴേക്കും 500 ബില്യണായി കൂടാനാണ് പ്ലാൻ. ഇപ്പോഴും അമേരിക്കയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്ണർ. അത് നമ്മൾ 2024-25 ഫിഗർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അമേരിക്കയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്ണർ. അതിലെന്താണ് അമേരിക്ക 18% ഇന്ത്യയുടെ ടോട്ടൽ എക്സ്പോർട്സ്. നമ്മൾ എവിടുന്ന് കയറ്റുമതി ചെയ്യുന്നതിൽ 18% അമേരിക്കയുടെ കയ്യിൽ ഉള്ളത്. അമേരിക്കയുടെ കൂടെയുള്ള ട്രേഡ് നമുക്കുള്ളത്. അത് മാത്രമല്ല, നമുക്ക് ഈ പറഞ്ഞ മാതിരി 4ാമത്തെ കോൺസിക്യൂട്ടീവ് ഇയർ US ആണ് നമ്മുടെ നമ്പർ 1 ടാർഗറ്റ്. അപ്പം നമ്മൾ US ആയിട്ട് ബിസിനസ് ചെയ്തേ പറ്റൂ, വേറെ വഴിയില്ല.
അതേസമയത്ത് നമുക്ക് ഇമ്പോർട്ട്സ് നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വാങ്ങിക്കുന്ന സാധനങ്ങൾ 6.22 അപ്പോൾ ഇത് നമ്മുടെ രാഷ്ട്രത്തിന്റെ മൊത്തം ഭാരതത്തിന്റെ മൊത്തം 10% നമ്മുടെ ടോട്ടൽ മെർച്ചൻഡൈസ് ട്രേഡ് എന്ന് പറയും നമ്മൾ US ആയിട്ട്. ഇത് ചെറിയ നമ്പർ അല്ല. നമ്മൾ പറയാൻ പറ്റുമോ പോയി പണ്ട് നോക്കട്ടെ ട്രംപിന്റെ അടുത്തൊക്കെ പറയാം. പക്ഷേ അമേരിക്കയും വലിയൊരു പാർട്ട്ണറാണ്. സ്പെഷ്യലി നമുക്കറിയാം നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽസ് ആയാലും നമ്മുടെ സോഫ്റ്റ്വെയർ എക്സ്പോർട്സ് ആയാലും അമേരിക്ക വലിയൊരു കോമ്പണന്റ്. അത് രണ്ടും ഇമ്പാക്റ്റ് ആയിട്ടില്ല ഇതുവരെ. ഈ ടാരിഫ് ട്രേഡിൽ സോഫ്റ്റ്വെയർ ആയാലും ഈ പറഞ്ഞ മാതിരി ഫാർമസ്യൂട്ടിക്കൽസ്, ഈ രണ്ട് പ്രോഡക്ട്സും നമ്മൾ ഇമ്പാക്ട് ചെയ്തിട്ടില്ല. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ US-നും അറിയാം അവർക്കുള്ള ഫാർമയുടെ പ്രോബ്ലം. നമ്മൾ സപ്ലൈ ചെയ്യുന്നത് മോസ്റ്റ്ലി ജനറിക്സ് ആണ്. നമ്മൾ പേറ്റന്റ് ഡ്രഗ്സ് അല്ല സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ അടുത്തായിട്ട് തന്നെ ഒരു 100% ടാരിഫ് അതുമേ അടിച്ചായിരുന്നു. പക്ഷെ അത് ഭാരതത്തിലെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിനെ ഇമ്പാക്ട് ചെയ്യില്ല. അത് പക്ഷേ ഈ പറഞ്ഞ പീയൂഷ് ഗോയൽ പറഞ്ഞ മാതിരി ഈ ഡെഡ് ലൈൻ, നവംബർ ഡെഡ് ലൈൻ നമ്മൾ മീറ്റ് ചെയ്യുള്ളതെന്ന് കണ്ടറിയണം. ബിക്കോസ് ഈ ഷട്ട് ഡൗൺ എന്ന് തീരും അന്നായിരിക്കും നമ്മളും കുറച്ച് ആക്റ്റീവ് ആവാൻ പോകുന്നത്. വേറൊരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ പീയൂഷ് ഗോയൽ ദോഹയിൽ പോയിരുന്നു. അവരായിട്ടും ചർച്ച നടത്തുന്നുണ്ട്. അവരുടെ അടുത്തും ഈ പറഞ്ഞ മാതിരി ഒരു ട്രേഡ് ഡീൽ നടക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ ഒരു ബയലാറ്ററൽ ട്രേഡ് അഗ്രിമെന്റ് നമ്മൾ വേറെ ഗൾഫ് കൺട്രീസ് ആയിട്ട് നടത്തുന്നുണ്ട്. ആഫ്രിക്കൻ യൂണിയൻ അത് വലിയൊരു ബ്ലോക്കാണ് കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ അമേരിക്ക നോക്കിക്കഴിഞ്ഞാൽ ആഫ്രിക്കയാണ് അടുത്ത ഗ്രോത്ത് പാറ്റേൺ വരുന്നത്. വലിയൊരു ഗ്രോത്ത് ഫാക്ടർ അമേരിക്കയിൽ വരുന്നത് ആഫ്രിക്ക എന്നുണ്ട്. ആഫ്രിക്കയിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ മിനറൽസ്, റെയർ എർത്ത് വേണമെങ്കിൽ നമുക്ക് ആഫ്രിക്കയിൽ നിന്ന് വാങ്ങിച്ച് നമുക്ക് അവരായിട്ടൊരു ട്രേഡ് ഡീൽ നടത്താം. ഇപ്പം അതാണല്ലോ ഏറ്റവും വലിയൊരു സാധ്യത. ട്രേഡ് എല്ലാവരും നടത്തുന്നത് ഈ റെയർ എർത്ത്സിന് വേണ്ടിയിട്ടാണ്, മാഗ്നറ്റ് ഉണ്ടാക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി. അപ്പം അമേരിക്ക പാകിസ്ഥാനായിട്ട് നടത്തിയ ഒരു കരാറിലും അത് തന്നെയാണ് അവർ ചെയ്യുന്നത്. റഷ്യ യുക്രൈൻ്റെ കൂടെയും അമേരിക്ക നടത്തുന്ന കരാറിലും റെയർ എർത്ത്സ് ആണ് മെയിൻ. ഇപ്പോൾ ചൈനയുടെ തന്നെ ഇതിൻ്റെ മുകളിൽ ഒരു മൊണോപ്പൊളി ഉള്ളത്. അപ്പോൾ ആ ഒരു മൊണോപ്പൊളി ബ്രേക്ക്. അത് മാത്രമല്ല, ഇപ്പം അടുത്തായിട്ട് നമ്മൾ കേട്ടിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു അമേരിക്ക ഈ പറഞ്ഞ മാതിരി ഇന്ത്യയുടെ മേലെ ടാരിഫ് അടിച്ച് ഇന്ത്യക്ക് നഷ്ടമായ കച്ചവടം ഞങ്ങൾ നോക്കിക്കോളാം എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ വാങ്ങാം നിങ്ങളുടെ അടുത്ത് സാധനങ്ങൾ. അത് വലിയൊരു റിലീഫാണ് കേട്ടോ. അത് മാത്രമല്ല, ചൈന വാങ്ങുന്നുണ്ട് നമ്മൾ ചൈനയുടെ നിന്ന് വാങ്ങുന്നുണ്ട്, ചൈന നമ്മുടെ നിന്ന് വാങ്ങുന്നുണ്ട്. നമ്മളാണ് ഓഫ്കോഴ്സ് ഇമ്പോർട്ട്സ് ആണ് കൂടുതൽ, നമ്മുടെ അവിടെ നിന്ന് എക്സ്പോർട്സ് കുറവാണ്. അത് കൂട്ടേണ്ടി വരും. അതും നമ്മൾ ചൈനയായിട്ടൊരു അഗ്രിമെന്റിൽ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് കൂട്ടാം. ഇപ്പോൾ ചൈനയുടെ കയ്യിലുള്ള മെഷീനറി മാനുഫാക്ചറിങ് ആണ് നമ്മുടെ ഏറ്റവും വലിയ വാങ്ങണ ഒരു എക്സ്പോർട്സ് ആയിട്ടുള്ള ബക്കറ്റിലുള്ള ഐറ്റം അതാണ്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ബേസിക്കലി നമ്മളൊരു ഈ ഒരു പ്രോഡക്റ്റ് ഈ പറഞ്ഞ മാതിരി അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള FTA ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ആവട്ടെ, അതോ യൂറോപ്യൻ യൂണിയൻ, അത് വേറൊരു വലിയ ബ്ലോക്കാണ്. ഇപ്പം നമ്മൾ UK ആയിട്ട് സൈൻ ചെയ്തു, പക്ഷേ UK യൂറോപ്യൻ യൂണിയനിൽ ടെക്നിക്കലി ഇല്ല. അതാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അവരായിട്ട് കരാറ്. പിന്നെ EFTA ചെയ്തു, അത് വേറെ കുറേ രാജ്യങ്ങൾ യൂറോപ്പിലുള്ള. പക്ഷെ യൂറോപ്യൻ യൂണിയന്റെ കൂടെയും ഈ ഡിസംബർ ആകുമ്പോഴേക്കും ഒരു കരാറ് വരാനാണ് സാധ്യത. അത് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മൾ ഓഗസ്റ്റിലെ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ ട്രംപ് അടിച്ച് നമ്മുടെ അതായി. ഓഗസ്റ്റും സെപ്റ്റംബറും നമ്മുടെ എക്സ്പോർട്സ് കുറഞ്ഞിട്ടില്ല. നമ്മൾ വേറെ രാജ്യങ്ങൾക്ക് എക്സ്പോർട്സ് കൂട്ടി. അങ്ങനെയാണ് നമ്മുടെ എക്സ്പോർട്ട് ബാസ്ക്കറ്റ് ഇതുവരെ ഒരു ഇമ്പാക്റ്റും ഉണ്ടായിട്ടില്ല ട്രംപിന്റെ ടാരിഫ് കാരണം. ഇൻഫാക്ട് 7% തൊട്ട് 15% നമ്മുടെ എക്സ്പോർട്സ് കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനിയും ഈ അഗ്രിമെന്റ് എല്ലാം വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി 191 ബില്യൺ 500 ബില്യൺ ആക്കാൻ അമേരിക്കയുടെ കൂടെ ഒരു ട്രേഡ് പാക്ട് നടക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതാണ് നമ്മളിപ്പോൾ നടക്കാൻ പോകുന്നത്. പക്ഷെ പീയൂഷ് ഗോയൽ പറഞ്ഞു കുറെ കാര്യങ്ങൾ സീക്രട്ട് ആണ്, ഞങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങളെ അറിയിക്കാമെന്ന് മീഡിയ അറിയിച്ചിരുന്നു. എപ്പോൾ ഡെഡ് ലൈൻ ക്രോസ് ചെയ്യും, എപ്പോൾ ട്രേഡ് ടോക്സ് നടക്കും, എപ്പോൾ അതിനുള്ള സിഗ്നേച്ചേഴ്സോ അല്ലെങ്കിൽ അഗ്രിമെന്റിലേക്ക് വരുന്നുള്ള കാര്യങ്ങൾ അപ്പം ഞങ്ങൾ അറിയിക്കാമെന്നാണ് പീയൂഷ് ഗോയൽ പറയുന്നത്.